Good afternoon. Good afternoon. Good Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Okay, so we can start. Who is going to do prayer? Numbers. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പോയിനും കാരണനായുള്ള തമ്പുരാനേ ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിനും കാരണനായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉമ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ. Okay, so okay, very nice. നല്ലൊരു ഫീൽ ആയിരുന്നു. So what's next thought of the day? Signing. ഇന്ന് എന്റെ ക്ലാസ് അല്ലേ നിങ്ങൾക്ക്? ആണോ? Yes, Miss. ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചത് എന്താന്ന്. ഓക്കെ, തോട്ട് ഓഫ് ദി ഡേ ആരെങ്കിലും ഉണ്ടോ? തോട്ട് പറയാൻ ആരെങ്കിലും ഉണ്ടോ? എനിവൺ? സൈൻ ഇൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. Good afternoon all. I am Amrita. Today's thought is happiness is not by chance but by choice. Once again, happiness is not by chance but by choice. Thank you. ഓക്കെ, സോ വേറെ വേറെ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു എടുത്തേ? എന്താ പറഞ്ഞോണ്ടിരുന്നേ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ? Power of attention വരെ ഉണ്ട്.
ഓക്കെ, സോ നാച്ചുറൽ ഡെവലപ്മെന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഹ്യൂമൻ ബീയിങ്ങിന്റെ നാച്ചുറൽ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ബീയിങ്സും ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, ആ ഒരു ബേബിയുടെ സ്പിരിച്വൽ എംബ്രിയോ, ബേബി അമ്മയുടെ വോപ്പിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോഴും മനസ്സ് ഒരു ചെറിയ വളർച്ചയില്ലാത്ത ഭ്രൂണാവസ്ഥയിലായിരിക്കും. അത് പിന്നെ ഡെവലപ്പായി വരുന്നു. അത് നാച്ചുറലായി തന്നെ ഡെവലപ്പായി വരണം. സോ അങ്ങനെ നാച്ചുറലായിട്ട് ഡെവലപ്പായി വരുമ്പോൾ അവന്റെ പല പല വ്യത്യാസങ്ങൾ, ലൈക്ക് ഇൻഡിപെൻഡൻസ്, അവന്റെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ, അതാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇതെല്ലാം കഴിഞ്ഞില്ലേ? ഈ ഫ്ലോ ഡയഗ്രം ഒക്കെ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ? Yes, miss. ഓക്കെ, ദെൻ ലോ ഓഫ് വർക്ക്. ഇൻഡിപെൻഡന്റ് ആകുന്നത്, നമ്മൾ അവരെ ഒരു ഇൻഡിപെൻഡന്റ് ആയി അവരെ കാര്യങ്ങൾ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുക ശരിക്കും. കാരണം ഇപ്പൊ നമുക്കറിയാം കുട്ടികളുടെ മെന്റൽ ഹെൽത്തിലൊക്കെ ഭയങ്കര ഇഷ്യൂസ്, ഇമോഷണലി അൺസ്റ്റേബിൾ ആണ് പലപ്പോഴും അവര്. ആ മെന്റൽ അൺസ്റ്റെബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കും. അതാണല്ലോ ഒരു ആളെ പ്രിൻസിപ്പലിനെ ത്രട്ടൻ ചെയ്യുന്നു, പോലീസുകാരനെ കൈവയ്ക്കുന്നു, അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ളത് ഭയങ്കരമായിട്ട് പ്രോവോക്ഡ് ആവുന്നു, അജിറ്റേറ്റഡ് ആവുന്നു, വയലന്റ് നേച്ചർ കാണിക്കുന്നു. സോ സംതിങ് ഇസ് അവരുടെ മെന്റൽ ഹെൽത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മൾ ആ ചെറിയ പ്രായത്തില് അവർക്ക് അവരുടെ ഡെവലപ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അതൊരു ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് അവരുടെ അഡൽട്ട്ഹുഡിലും ഉണ്ടായിരിക്കും. സോ പവർ ഓഫ് അറ്റൻഷൻ, അതാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി പറഞ്ഞത്. ആദ്യം വർക്ക്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. അത് അവരിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നു. അവരിലൊരു ഓർഡർ ഫോം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി, ഒരു ഓർഡർ ഫോം ചെയ്യും. ദെൻ പവർ ഓഫ് അറ്റൻഷൻ, നമ്മൾ കണ്ടിട്ടുണ്ടാവും കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും ടോയ്സ് തന്നെ വേണമെന്നില്ല, അവരുടെ കയ്യിൽ ഒരു സ്പൂണോ ഒരു പാത്രമോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ നേരം അതുകൊണ്ടിരുന്ന് ഓരോന്ന് ചെയ്യുന്ന കാണാം. ചുറ്റും നടക്കണമെന്നൊന്നും അവർ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾ അതിലൂടെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഇവർ ശ്രദ്ധിക്കില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ ദാറ്റ് വേറെ ചിന്തകളില്ലല്ലോ അവരുടെ മനസ്സില്. വലിയ ആൾക്കാരെ പോലെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ഒന്നും അല്ല മൈൻഡ്. അവർക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും. സോ പവർ ഓഫ് അറ്റൻഷൻ. ഓക്കെ, ആരാ റെഡി ചെയ്യാം? ഇവിടം വരെ വായിക്കണേ. റീസ്റ്റോർഡ്. യെസ് പ്ലീസ്. ഞാൻ റീഡ് ചെയ്യാം. Power of attention. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interest not seen before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by colors, smell, noise, or anything that appeals to his five senses. In the Montessori environment, when children do activities, he develops his ability to focus and builds his personality. Originally, children are attracted to materials that appeal to their five senses. Next, the unknown attracts the child, and lastly, it is known that attracts him to an activity. The child concentrates on those things that he already has in his mind, that he has absorbed in the previous period, for whatever has been conquered has a tendency to remain in the mind to be pondered. Concentration is the way that opens up the child to the inherent treasure within him. When the child is able to conceive, he replaces an instinctive interest based on primitive impulses with intellectual interest. Now he becomes calmer, more controlled, and restored. നമുക്കറിയാം കുട്ടികളുടെ സെൻസിറ്റീവ് പീരീഡ് ആണെന്ന് അറിയാം. അവർ ചുറ്റും നടക്കുന്നതിനോട് വളരെയധികം കണക്ട് ചെയ്യുന്നു. കാണുന്നതാണെങ്കിലും കേൾക്കുന്നതാണെങ്കിലും അവർ വല്ലാതെ കണക്ട് ചെയ്യും. അത്
ആ ഒരു സർട്ടൻ സ്റ്റേജ് വരുമ്പോൾ അത് കുട്ടികളുടെ പ്രത്യേകമാണ്. അവർക്കൊരു ഇൻക്വിസിറ്റ്, അതായത് എന്തും ക്യൂരിയസ് മൈൻഡ് ആയിട്ട് എന്തും അറിയാനായിട്ട് താല്പര്യപ്പെടും. ഒരു ശബ്ദം കേട്ടാൽ അത് എന്താണ്, അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അങ്ങനെയൊക്കെ കുറെ വൈ ക്വസ്റ്റ്യൻസും വാട്ട്, വെൻ, ഹൗ അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. ഇവരുടെ പവർ ഓഫ് കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുവാണ്. അത് ദാറ്റ് വിൽ ഡെവലപ്പ് ദെയർ പേഴ്സണാലിറ്റി. ഓക്കെ, അവർക്ക് കളേഴ്സ് കാണുമ്പം അവർ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആകും. പിന്നെ സ്മെൽ, പിന്നെ എന്തിന്റെങ്കിലും ശബ്ദം. ഇപ്പൊ 5 സെൻസസ് യൂസ് ചെയ്യുവാണ്. കാണുന്നത്, കേൾക്കുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, സ്മെൽ ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ 5 സെൻസസും യൂസ് ചെയ്യും. സെൻസിറ്റീവ് പീരീഡ് ആണ്. ത്രൂ ഓൾ ദീസ് സെൻസസ് എൻവയോൺമെന്റുമായിട്ട് അത് കണക്റ്റഡും ആണ്. കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അപ്പൊ അതുകൊണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു ഏരിയ തന്നെയുണ്ട്, സെൻസോറിയൽ ഏരിയ എന്ന് പറയുന്നത്. എല്ലാ സെൻസസും യൂസ് ചെയ്ത് ചെയ്യാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി, ടച്ച് ചെയ്ത് ചെയ്യാവുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്, സൗണ്ട് കേട്ട് ചെയ്യാവുന്ന മെറ്റീരിയൽസ് ഉണ്ട്, സ്മെല് ചെയ്യുന്ന ആ രീതിയിലുള്ളതൊക്കെ. അങ്ങനെ ഓരോന്നിനും ഓരോ സെൻസസും വെച്ചിട്ട് ഉള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. കുട്ടിയുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഒരെണ്ണത്തിലേക്ക് പ്രത്യേകം നല്ല ശ്രദ്ധ കൊടുക്കാൻ, അതെല്ലാം ആ കുട്ടിയിൽ ഡെവലപ്പ് ആകും. കുട്ടികൾ പൊതുവെ ഈ മെറ്റീരിയൽസ്, പല ഷേപ്പ്, പല കളർ, അങ്ങനെയൊക്കെ വരുന്ന മെറ്റീരിയൽസുമായിട്ട് അട്രാക്റ്റഡ് ആവാറുണ്ട്. അങ്ങനെ ഈ അട്രാക്ഷൻ അവരെ അതിന്റെ ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെ വരും. ഇപ്പൊ നല്ല കളറുള്ള ബീഡ്സ്, ആ ബീഡ്സ് കാണുമ്പോഴേക്കും ആ കുട്ടിക്ക് ഭയങ്കര അട്രാക്ഷൻ. അപ്പൊ അത് കയ്യിലെടുക്കുമ്പോഴേക്കും നമുക്ക് ഗൈഡ് ചെയ്യാം, ജസ്റ്റ് കൗണ്ട്. അപ്പൊ അവർ കൗണ്ടിങ് അങ്ങനെ അതിലൂടെ. അപ്പൊ ഇനീഷ്യലി അവനെ അതിന്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ആയിരുന്നു ആ ഒരു അട്രാക്ഷൻ. പിന്നെ കയ്യിൽ പിടിക്കുമ്പോൾ ആ ഒരു ടാക്ടൈൽ സെൻസ്, അവന്റെ ആ ഒരു ഫിംഗേഴ്സിന് ചെറിയൊരു സ്റ്റിമുലി പോലെ വരും, ഒരു ചെറിയൊരു അതിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ കൗണ്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഈസ് വെരി ഇൻട്രസ്റ്റഡ് ടു ഡു ദ ആക്ടിവിറ്റി. അങ്ങനെ ഫൈനലി ആക്ടിവിറ്റിയിലേക്ക് പോകും. അങ്ങനെ മനസ്സിൽ കുറെ കാര്യങ്ങൾ മൈൻഡിൽ കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അതുപോലെ തന്നെ അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ്ലി ഏതെങ്കിലും കേസിൽ എന്തെങ്കിലും കണ്ട് അതിങ്ങനെ അവരുടെ മനസ്സിലുണ്ടാവും, അത് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ മൈൻഡിലുള്ള പല കാര്യങ്ങളും ഇവർ റീകളക്ട് ചെയ്യും, ഇതുമായിട്ട് കണക്ട് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്ത് പലതും ചെയ്യാനായിട്ട് നോക്കും. കോൺസെൻട്രേഷൻ, അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ഭയങ്കര ഫോക്കസിങ് ആയിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നല്ല ഫോക്കസിങ് ആയിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്വാളിറ്റിയാ, അവർ ആ കോൺസെൻട്രേഷൻ, ആ ഒരു അറ്റൻഷൻ കാണിക്കുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. സോ ഇത് കോൺടേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് ഇവർ ആലോചിക്കും. ഞാൻ പറഞ്ഞില്ലേ, അടുത്തൂടെ എന്തെങ്കിലും പോയാലും ആരെങ്കിലും പോയാലും ഒന്നും ഇവർ ശ്രദ്ധിക്കില്ല. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി, ഇൻട്രസ്റ്റോട് കൂടി, ആ ഒരു ഡീപ്പ് തിങ്കിങ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ ഇരുത്തി വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കില്ല. വളരെ കാമായിട്ട് ആ ഒരു സോളിറ്റ്യൂഡ് അവർ എൻജോയ് ചെയ്യും. അല്ല, കാമായിട്ട് ശാന്തമായിട്ട് എന്ന് ചെയ്യുന്നത് അത്. അപ്പൊ അവർക്ക് ആ ഒരു കൺട്രോളിങ്ങും വരും. ചെയ്യുന്ന ആക്ടിവിറ്റി അവർ റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, ഫോക്കസിങ് ശരിയാകുന്നു. അവരുടെ പേഴ്സണാലിറ്റിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. ദാറ്റ് ഇസ് പവർ ഓഫ് അറ്റൻഷൻ. കുട്ടികളിൽ കോൺസെൻട്രേഷൻ, ഫോക്കസ് ആ ഒരു ചെറിയ പ്രായത്തിൽ വരുന്നത്. ഓക്കെ, ആ രീതിയിൽ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവര് വളരെ കോൺസെൻട്രേഷനോട് കൂടി, അറ്റൻഷനോട് കൂടി ആക്ടിവിറ്റി ചെയ്യും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് വിൽ. നമ്മള് പല ആക്ടിവിറ്റീസും കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നവർ. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ വെള്ളം ഒരു ജഗ്ഗിലേക്ക് നിറയ്ക്കുക, ആദ്യം ചെയ്തു, പിന്നെയും ചെയ്തു, വീണ്ടും വീണ്ടും ചെയ്യും. അത് അവന്റെ അവന്റെ ഒരു വിൽ പവർ, ആ ഒരു സെൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹാൻഡ് വാഷ്, വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായിരിക്കും. സോ ആ ഒരു ഇഷ്ടത്തോടു കൂടി ഹാൻഡ് വാഷ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് അത് അവന്റെ ഒരു ഹാബിറ്റ്, അല്ലെ, അവന്റെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറുക, ഹാൻഡ് നല്ല ക്ലീൻ ആക്കണം എന്നുള്ളത്. സോ അങ്ങനെ ദാറ്റ് വിൽ ക്രിയേറ്റ് അവന്റെ ഒരു പേഴ്സണാലിറ്റി, അത് ഫോം ചെയ്യും, ആ ഒരു വിൽ ഫോം ചെയ്യും. അവന്റെ മൈൻഡ് ഡെവലപ്പ് ആകും. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഓഫ് വിൽ ആരാ വായിക്കുക? ജസ്റ്റ് ഇവിടെ വരെ മതി. സ്റ്റേജസ് നമുക്ക് അല്ലാതെ പിന്നെ വായിക്കാം. Development of will.
Through repeated work, the child will slow create will. As he repeats his work many times over a period of time, he gains power over his own actions. The child then moves to the second stage, that is, accepting self development as a way of life. After accomplishing self discipline as a way of life, the child reaches the third stage of the developed will involving the power to serve. Thus, Montessori observed three stages of development. ഓക്കെ. ഒരു അഡൾട്ടിനോട് ഒരു വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ചെയ്തു അത് ഫിനിഷ് ചെയ്യാന്നുള്ളതല്ലാതെ അവർക്ക് വേറെ പ്രത്യേകിച്ച് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾക്ക് അത് റിപ്പീറ്റ് ഇനിയും ചെയ്യാം എന്ന് പറഞ്ഞ അവർ വരില്ലേ, പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. അപ്പൊ അങ്ങനെ ഇവര് ഓരോ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അവരിൽ ഒരു വിൽ, അവരുടെ ഒരു സെൻസ് ഫോം ചെയ്യുന്നു അവരിൽ ഉള്ളിലായിട്ട്. അങ്ങനെ ആ വർക്ക് റിപ്പീറ്റ് ചെയ്യുന്നു, കുറെ പീരീഡ് ഓഫ് ടൈം റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ഹാസ് ദ കൺട്രോൾ. ഇപ്പൊ വെള്ളം നിറയ്ക്കുമ്പോ ആദ്യം സ്പിൽ ഔട്ട് ആയിട്ട് പോകും, ശ്രദ്ധിക്കുന്നു അല്ലെ, ശ്രദ്ധിച്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു ഫണൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവൻ ഭയങ്കര കോൺഫിഡന്റ് ആവും. സോ ആ ഫണൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും, വെള്ളം പുറത്തേക്ക് തെറിക്കില്ല, വെള്ളം നിറഞ്ഞ് തുളുമ്പി പോവില്ല എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാകും. അവൻ ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്ത് അവൻ ആ വാട്ടർ ഫില്ലിങ്ങില് വാട്ടർ പോറിങ്ങില് എക്സ്പേർട്ട് ആയി മാറും. സോ ദാറ്റ് മീൻസ് ഈ ഹാസ് കൺട്രോൾ ഓവർ ഹിസ് ആക്ഷൻ, ആ ഒരു പവർ ഓവർ ഹിസ് ആക്ഷൻസ് അത് കിട്ടും. അത് എല്ലാ ആക്ടിവിറ്റീസിന്റെ കേസിലും അങ്ങനെ തന്നെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് വിൽ അവന്റെ ഒരു സെൽഫ് കൺസെപ്റ്റ്, അവനൊരു എന്താ പറയുക, ഒരു പ്രൗഡ് ഫീൽ ചെയ്യുവാണ്. ഹിസ് സെൽഫ് ഡെവലപ്മെന്റിന് കാര്യമാകും, ഒരു കാരണമാകും. ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് വെള്ളം പുറത്ത് പോകാതെ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഒരു സെൽഫ് ഡിസിപ്ലിൻ അവന്റെ ഉള്ളില് ഫോം ചെയ്യുക. അങ്ങനെ ആ ഒരു ഓരോ സ്റ്റേജിലും ആ റിപ്പീറ്റേഷനിലൂടെ ഓരോ സ്റ്റേജിലേക്കും കുട്ടി പോവുക. ആ ഒരു പവർ ഓഫ് കൺട്രോളും സെൽഫ് ഡിസിപ്ലിനും എല്ലാം പോകും. സോ ഇത് 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആയിട്ട് മറിയാം മോണ്ടിസോറി പറയുന്നുണ്ട്. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് റിപ്പീറ്റേഷൻ. ഓക്കെ, സെൽഫ് കൺസെപ്റ്റ് വരെ വായിക്കാമോ? യെസ്, അറിയില്ല. ഞാൻ വായിക്കാം മിസ്. The child has basic inner urge that directs him towards determined activities. He does not consciously direct his will. The child begins the repetition of an activity several times without obvious reason to an adult. However, internally, this repetition assists him in his psychic development. It is important to note that, however trivial his achievement may be to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of the environment himself. Constant interruption by an adult will have a disturbing effect on his psychic development, especially in terms of his self-concept. ഓക്കെ, ചെറിയ പാരഗ്രാഫും കൂടെ ഉള്ളൂ, അതുകൂടെ ഞാനൊന്ന് സ്ക്രോൾ ചെയ്യാം. ഇത് കൂടെ വായിച്ചോ, ടാസ്ക് വരെ. നമുക്ക് അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. പ്ലീസ്. Okay. As the child sustains making his own decisions and movement in the environment, he slowly moves from an unconsciousness stage into consciousness. This is a slow process and it develops through his continuous contact with the environment. As the child begins to have activity in his environment at his own conscious dictate, he will continue to be encouraged. The child's will is gradually developed as he endeavors to adapt to the limits of his chosen task. സോ ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ പറയുന്നത് റിപ്പീറ്റേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു കുട്ടി എപ്പോഴും അവർക്കൊരു ഇന്നർ ഏർജ് ഉണ്ടാവും, ഒരു ത്വരാന്നൊക്കെ പറയില്ലേ. ഒരു കാര്യം ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അവർ ഭയങ്കര അവര് ഹാപ്പിനെസ് അവർ കാണിക്കും.
ഒരു കാര്യം ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ആഴ്ച കുട്ടികൾക്ക് ഉണ്ടാവും ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. വേറെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആയിരിക്കണമെന്നില്ല കേട്ടോ, വേറൊരു കുട്ടിയുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇപ്പൊ അമ്മ ക്ലോത്ത് ഫോൾഡ് ചെയ്തോണ്ടിരിക്കുക, ഒരു 4 years 3.5 years ഒക്കെ ഉള്ള ഒരു കുട്ടി വരികയാണെങ്കിൽ അമ്മ ചെയ്യുന്നതുകൊണ്ടോട്ട് ഷീ ഓർ ഹീ വിൽ സ്റ്റാർട്ട് ഡു ദ സെയിം. അത് തന്നെ ചെയ്യും. പിന്നെ റൂമൊക്കെ അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ആ ചൂല് വാങ്ങിയിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞോണ്ട് പോകും. അത് ഏതായാലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളും അത് ചെയ്യാറുണ്ട്, രണ്ടുപേരും. അവർക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ആ പ്രായത്തിലില്ല. പിന്നീട് മനുഷ്യരാണ് ആ ഒരു ഡിസ്ക്രിമിനേഷൻ. ആൺകുട്ടിയല്ലേ നീ എന്തിനാ ചെയ്യുന്നത്, പെൺകുട്ടികൾ ഇത് ചെയ്യണം, അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഡിസ്ക്രിമിനേഷൻ ഒന്നും ആ കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാവാറില്ല. ഇതിങ്ങനെ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അവരിലത് തലപൊക്കുന്നത്. ഓക്കെ, പലപ്പോഴും കോൺഷ്യസ്ലി ആവില്ല അവന്റെ ചില ആക്ടിവിറ്റീസ് നടക്കുന്നത്. ആ ഒരു ആക്ടിവിറ്റി സെവറൽ ടൈംസ്, ഒരു ഒബ്വിയസ് റീസൺ ഒന്നുമില്ല, പക്ഷെ he is repeating the same activity several times. അവന്റെ ഉള്ളിൽ തന്നെ അതിങ്ങനെ നടക്കുക ഈ ഒരു റിപ്പീറ്റേഷൻ. ഈ ആക്ച്വലി കോൺഷ്യസ്ലി അല്ലാതെ ഇത് ചെയ്താൽ പോലും ഇവന്റെ സൈക്കിക് ഡെവലപ്മെന്റ്, ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ് അതിനെ അസിസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഈ ആ ഒരു അസിസ്റ്റ് ചെയ്യാം. ഈ അഡൾട്ട് ചെയ്യുന്നു, കുട്ടി ചെയ്യുന്നു, രണ്ടും ഡിഫറെന്റ് ആണ്. അഡൾട്ടിനകത്ത് ഡെവലപ്മെന്റിന്റെ അച്ചീവ്മെന്റ് ഒക്കെ അതിന്റെ പീക്ക് എല്ലാം കഴിഞ്ഞതാണ്. ബട്ട് കുട്ടിയിൽ ഇതൊരു പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. സോ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അവനത് മെച്ചപ്പെട്ടതാക്കാനായിട്ട് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഹി വിൽ ഹാവ് എ കൺട്രോൾ ഓവർ ഹിസ് പവർ. അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ സ്പീഡ് ആണെങ്കിലും ചെയ്യുന്ന ടൈമിംഗ് ആണെങ്കിലും എല്ലാം ഒരു കൺട്രോൾ വരും. ഓക്കെ, അതുപോലെ തന്നെ സറൗണ്ടിങ്സ്. ഇപ്പൊ വൺസ് വെള്ളം ഒഴിച്ചു, എല്ലാം അവിടെ താഴെ വീണു. സോ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും, അപ്പൊ സറൗണ്ടിങ്സിനെ കുറിച്ചും അവൻ ചിന്തിക്കും. ഇനി ഇതിനെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളം വീണു, വന്നിട്ട് എന്ത് പണിയാ നീ കാണിച്ചത്, അവിടെ മുഴുവൻ വെള്ളമാക്കി, ഇനി എനിക്ക് ഇരട്ടി പണിയാണ്, ഞാൻ ഇത് മുഴുവൻ ക്ലീൻ ചെയ്യണം. സോ ദാറ്റ് വിൽ അതേഴ്സ് ഡിസ്റ്റർബ് ചെയ്യുക കുട്ടിയെ. സോ ഹി വിൽ ഫീൽ ലൈക്ക് ഇൻഫീരിയർ, ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും, ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഐ എം നോട്ട് ഗുഡ് ഫോർ എനിത്തിങ്, ആ ഒരു രീതിയിൽ ഫീൽ വരും. സോ ആ രീതിയിലുള്ള ഡിസ്റ്റർബിങ് എഫക്റ്റ് ഒന്നും ചെയ്യരുത്. അത് ദാറ്റ് വിൽ എഫക്ട് ദ സൈക്കിക് ഡെവലപ്മെന്റ്. ഓക്കെ, ആ ഒരു സെൽഫ് കൺസെപ്റ്റ്, അവൻ വളരെ കോൺഫിഡന്റ് ആയി ഇത് റിപ്പീറ്റ് ചെയ്ത് ഭംഗിയാക്കണതിന് പകരം അത് അവന്റെ സെൽഫ് കോൺസെപ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള കുട്ടികൾക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. അവർക്ക് ഓൺ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഞാൻ അത് ചെയ്താൽ അത് തെറ്റായി പോകും, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല. ദാറ്റ് മീൻസ് ആ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും അവർക്ക്. ഇൻഡിപെൻഡന്റ് ആകുന്നില്ല. അവർക്ക് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് അവർ കൂടുതൽ ആക്ടിവിറ്റീസിലേക്ക് പോകില്ല. അവർ ചിലപ്പോൾ അങ്ങ് ഉൾവലിഞ്ഞ് പോകും. അവര് ചെയ്യണ്ട, ഞാൻ ചെയ്താൽ ശരിയാകില്ല എന്നുള്ളൊരു അവന്റെ ഫീഡഡ് ആയിട്ട് വരും. അങ്ങനെ പക്ഷെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അതുവരെ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്ത പല കാര്യങ്ങളും കോൺഷ്യസ് ലെവലിലേക്ക് വരും. അതൊരു സ്ലോ പ്രോസസ് ആണ്. ഇത് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞു കുട്ടികൾ ഇരുന്ന് കളിക്കുന്നു, കുറെ കഴിയുമ്പോൾ അവർക്കൊരു കുറച്ചുകൂടെ ഒരു പ്രായം മുതിർന്നു വരുമ്പോഴേക്കും അവർ വളരെ കോൺഷ്യസ് ആവും. എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലാകും. ഓക്കെ, നമ്മള് ഗ്ലാസ് പ്ലേറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് മടിക്കും, അത് പൊട്ടിക്കും, താഴെ വീഴും, ആ രീതി. പക്ഷെ ആ ചെറുതിലേ തന്നെ അവരെ അത് ശീലിപ്പിക്കുവാണ്. ഗ്ലാസ് പ്ലേറ്റ് അവർ കഴിക്കുന്നു, അത് കൊണ്ടുപോയി അവർ വയ്ക്കുന്നു, വാഷ് ചെയ്യുന്നു, അവർ ശ്രദ്ധിക്കും. ഗ്ലാസ് ആണ്, ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളത് അവരുടെ ഉള്ളിൽ ആദ്യം വരും. അങ്ങനെ വൺസ് എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടി കാണുവാണെങ്കിൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും, ഇനി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പൊട്ടും, ആ ഒരു ഫീല് വരും. അങ്ങനെ കോൺഷ്യസ്, അതുവരെ അൺകോൺഷ്യസ്ലി പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പല ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നു. അത് ഇപ്പോ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുവാണ്. അങ്ങനെ നമ്മൾ ശരിക്കും എൻകറേജും ചെയ്യിക്കണം. കുട്ടി ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈവൻ ദോ ഇറ്റ് ഇസ് റിപ്പീറ്റിംഗ്, നമ്മൾ എൻകറേജ് ചെയ്യിക്കണം. അത് സെയിം കാര്യം ചെയ്യാം. ജഗ്ഗിലെ വെള്ളം നിറയ്ക്കണം, സോ നമുക്ക് അവനെ മോട്ടിവേറ്റ് ചെയ്യാം, എൻകറേജ് ചെയ്യിക്കാം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവൻ അതേ പ്രോസസ് ചെയ്യുന്നു, വി ക്യാൻ എൻകറേജ്. അങ്ങനെ മാക്സിമം എഫേർട്ട് എടുക്കുന്നു. അവന് കിട്ടുന്ന ലിമിറ്റ്സ്, അവന്റെ ലിമിറ്റ്സ് എന്ത് തന്നെയാണെങ്കിലും അവൻ ചൂസ് ചെയ്ത ആ ടാസ്ക് നന്നായി ചെയ്യാനായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും.
ഇനി സെക്കൻഡ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജിൽ റിപ്പീറ്റേഷൻ ആയിരുന്നു. ആ റിപ്പീറ്റ് ചെയ്ത് അവൻ അവന്റെ പവറിൽ തന്നെ ഒരു കൺട്രോൾ വരുന്നു. അവൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്തോറും നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് പറ്റുന്നു. സോ അത് വളരെ ശ്രദ്ധിച്ച് വളരെ കെയർ ചെയ്ത് ചെയ്യുന്നു. അപ്പൊ അവനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്, സെൽഫ് ഡിസിപ്ലിൻ. സോ സെക്കൻഡ് സ്റ്റേജ് അതാണ്, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. ആരെ വായിക്കാം? ഞാൻ വായിക്കാം മിസ്. Second stage, development of self-discipline. The child will acquire further independence and power over himself through work. Gradually, the child goes into the second stage, in the development of the will, that is self-discipline as a way of life. In this stage, the child makes his own decision in his activity and obtain the responsibility as he makes conscious creative use of his capacities and understand the responsibility. This leads him to self-knowledge and self-possession. For he in a simple pouring exercise, he pours all the beans into a jug, knowing that he should not spill any beans in the tray, and yet accepting the result with responsibility by picking the spilled beans into the jug and putting it back on the shelves before going to another activity. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? എന്റെയിലുള്ള പേജ് നമ്പർ ആയിരിക്കില്ല നിങ്ങളുടെ ബുക്കിന്. ഞാന് ഫോണിൽ നോക്കിട്ടാ വായിച്ചത് മിസ്. ആരെങ്കിലും രാവിലെ 94. 94. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ്, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. ഓക്കെ, ഇങ്ങനെ കുട്ടികൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടി തന്നെത്താനെ ഇരുന്ന് അത് എത്ര നേരം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ആ ആക്ഷൻസിന്റെ കൺട്രോൾ അവർ തന്നെ ചെയ്യുന്നു. ആ ഒരു പവർ ഓഫ് കൺട്രോൾ വരുന്നു. അങ്ങനെ അവർ അൺകോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് കോൺഷ്യസ് സ്റ്റേജിലേക്ക് പോകുമ്പോഴും ഇത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേജ് അവരുടെ ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. അവരെ വഴക്ക് പറഞ്ഞോ, ഓടിച്ചോ, പേടിപ്പിച്ചോ, അങ്ങനെ അടിച്ചോ ഒന്നും അല്ല അവരുടെ ഡിസിപ്ലിൻ. ഇങ്ങനെ അവർ ത്രൂ റിപ്പീറ്റേഷൻ അവർ ഗ്രാജുവലി സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുവാണ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുവാണല്ലോ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ദാറ്റ് മീൻസ് അവര് വളരെ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്യും. അങ്ങനെ അവരിൽ സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. ഓൺ ഡിസിഷൻ, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, സെൽഫ് കൺസെപ്റ്റ്, ഓൺ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആദ്യം ചിലപ്പോൾ അവർക്കൊരു സപ്പോർട്ട് വേണ്ടി വന്നാലും പിന്നീട് അവരത് ഫുൾഫിൽ ചെയ്യും. അവർ തന്നെത്താൻ അത് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യും. അങ്ങനെ ഒരു സെൽഫ് കൺസെപ്റ്റ് അവർക്ക് വരുവാണ്. എന്നിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ ബീൻസ്, പൾസസ്, സിറൈൽസ് അങ്ങനെയുള്ള പയറ്, പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം ഒരു കണ്ടെയ്നറിലേക്ക് പോർ ചെയ്യുന്നതാണ് ഒരു എക്സസൈസ് ആണ്. അപ്പോ മേ ബി ഒന്നോ രണ്ടോ പയറോ കടലയോ ബീൻസോ, ഇവിടെ ബീൻസാ പറയുന്നത്, അത് സ്പില്ല് ചെയ്തപ്പോ ഇത് ചെയ്യിക്കുമ്പോൾ നമ്മൾ വലിയൊരു ട്രേ കൊടുക്കും. ആ ട്രേയുടെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ടാണ് അതിലേക്ക് ഇത് നിറയ്ക്കുന്നത്. അപ്പൊ ചിലപ്പോ ഒന്നോ രണ്ടോ പുറത്തേക്ക് വീണാലും ഈ ട്രേയിലേ വീഴുള്ളൂ. സോ ഹി നോ ദാറ്റ് ഇറ്റ്സ് ഗുഡ്. അത് പിക്ക് ചെയ്തിട്ട് തിരിച്ച് കണ്ടെയ്നറിൽ തന്നെ വെക്കും, പുട്ടിങ് ഇറ്റ് ബാക്ക്. എന്നിട്ട് അത് ഷെൽഫിൽ കൊണ്ടുപോയി വെക്കും, കംപ്ലീറ്റ് ആക്കും ആ ഒരു ആക്ടിവിറ്റി. അതിനുശേഷമേ മറ്റൊരു പകുതിക്ക് ഇട്ട് പോവില്ല. ആ രീതിയിൽ തന്നെ അവർ ട്രെയിൻ ചെയ്യണം. അപ്പൊ അവരിലൊരു സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. അപ്പൊ അത് കഴിഞ്ഞ് അവർ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകും. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ്, ഒബീഡിയൻസ്. ഓക്കെ, പ്ലീസ്. ഡിസിപ്ലിൻ ഫോം ചെയ്തു, റിപ്പീറ്റേഷൻ ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. ദെൻ ഡിസിപ്ലിൻ ഫോം ചെയ്തു. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ്, ഒബീഡിയൻസ് അല്ലെ?
obedience. After achieving self-discipline, the child moves to the third stage in the development of will, that is the power to obey. Again, it is a slow process and shows itself spontaneously and unexpectedly at the end of a long process of maturation. This is now controlled intelligent obedience. The child enjoys turning his power of obedience towards serving someone else. Children learn best in an environment that connects freedom with self-discipline. True freedom cannot exist without self-discipline and the development of skills for independence, thought and action. അതിനുള്ളതാണ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഇല്ല ഇല്ല, അത് നെക്സ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജ് അല്ലേ ഇത്. മറിയമോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആയിട്ടുള്ള 3 സ്റ്റേജ് നമ്മൾ പറയായിരുന്നു. ഫസ്റ്റ് വൺ റിപ്പീറ്റേഷൻ, സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, ദെൻ തേർഡ് സ്റ്റേജ് ഒബീഡിയൻസ്, അവരുടെ ആ ഒരു അനുസരണ, ഒബീഡിയൻസ് അല്ലെ, അച്ചടക്കം വന്നു, സെൽഫ് ഡിസിപ്ലിൻ, ദെൻ ഒബീഡിയൻസ്, പേടിപ്പിച്ചോ വടിയെടുത്തോന്നുമല്ല ഒബീഡിയന്റ് ആക്കുന്നത്. സോ സെൽഫ് ഡിസിപ്ലിൻ അച്ചീവ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റേജ് ആയ തേർഡ് സ്റ്റേജ് ആയ ഡെവലപ്മെന്റ് ഓഫ് വില്ലിലെ തേർഡ് സ്റ്റേജ് ആയ ഒബീഡിയൻസ്, ആ പവർ ടു ഒബേ. ഒരു കാര്യം പറയുമ്പോൾ ഒബേ ചെയ്യാനുള്ള പവർ, റൈറ്റ് തിങ്ങിനെ ഒബേ ചെയ്യാനുള്ളത്. ഇതൊരു സ്ലോ പ്രോസസ് ആണ്, പെട്ടെന്ന് വരുന്നല്ല കുട്ടികളില്, സ്ലോ ആയിട്ടാണ് ഈ ഒരു പ്രോസസ് വരുന്നത്. ചില സമയത്ത് സ്പോണ്ടേനിയസ്ലി വരും, ചില സമയത്ത് അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് വരാം. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോങ് പ്രോസസ് ഓഫ് മെച്ചുറേഷൻ ആ ഒരു ഇത് കഴിയുമ്പോഴേക്കും ഈ ഒരു ഒബീഡിയൻസ് എന്നുള്ളത് ചിലപ്പോൾ അനുസരണയില്ലാതൊക്കെ ഇരുന്നിട്ടുണ്ടാവും, ബട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവരിൽ ആ ഒബീഡിയൻസ് എന്നുള്ള കാര്യം വരും. ഒരു ഇന്റലിജന്റ് ഒബീഡിയൻസ്, കൺട്രോൾഡ് ഇന്റലിജന്റ് ഒബീഡിയൻസ് എന്നാണ് പറയുന്നത്. ഇപ്പോ കുട്ടിയുടെ പവർ അതിങ്ങനെ യൂസ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരാളെ സെർവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരാളോട് പെരുമാറുന്ന കാര്യങ്ങളിലാണെങ്കിലും. അപ്പൊ അതിനനുസരിച്ചുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെയായിരിക്കും കുട്ടിയിൽ മാറ്റം വരുന്നത്. അതിന് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് കൊടുക്കുന്നു, സം സെൽഫ് ഡിസിപ്ലിൻ, ആ ഒരു രീതിയിൽ. ട്രൂ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിനും അതുപോലെ തന്നെ ഈ ശരിക്കും ഫ്രീഡം കൊടുത്താലാണ് ഇവർ ഇൻഡിപെൻഡന്റ് ആകുന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും സെൽഫ് ഡിസിപ്ലിൻ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സ്കിൽ ഫോർ ഇൻഡിപെൻഡന്റ് തോട്ട് ആൻഡ് ആക്ഷൻ, അതൊന്നും ഇല്ലാതെ ഈ ഒരു ശരിക്കുമുള്ള ഫ്രീഡം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആകുന്നത് കുട്ടിക്ക് കിട്ടില്ല. സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തോട്ടും ആക്ഷനും പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇല്ലാതെ ഈ കുട്ടികളിൽ ഈ ഒരു ട്രൂ ഫ്രീഡം വരില്ല എന്നാണ് മറിയം മോണ്ടിസോറി പറയുന്നത്. തേർഡ് സ്റ്റേജ് ഒബീഡിയൻസിലേക്ക് വളരെ സ്ലോ പ്രോസസ് ആയിട്ടാണ് കിടക്കുന്നത്. സംടൈംസ് പെട്ടെന്നായിരിക്കും അത് വരിക. ചിലപ്പോ കുറെ ദിവസങ്ങളെ കുട്ടി അനുസരണയൊന്നും കാണിക്കുന്നില്ല, പക്ഷെ പെട്ടെന്ന് പറയില്ലേ പേരൻസ്, ഭയങ്കര മാറ്റം. ഇപ്പൊ പഴയ ആ ഒരു എടുത്തുചാട്ടമൊന്നും ഇല്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുന്നൊക്കെ പാരന്റ്സ് പറയുന്നത് കേട്ടാൽ ഒരു സ്ലോ പ്രോസസ് ആണ്. അവർ ആ നോർമലൈസേഷനിലേക്ക് വരുന്ന ഒരു സ്ലോ പ്രോസസ്. നെക്സ്റ്റ് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. സ്പോണ്ടേനിയസ് ഡാൻസ് വിത്ത് റോക്ക് മ്യൂസിക് ഒക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്യോ? മ്യൂസിക് ഇട്ടൊന്ന് ഡാൻസ് ചെയ്യോ? ഓക്കെ, ഇതൊരു ഇമാജിനറി ആക്ടിവിറ്റി ആണ്. ചിലര് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടാകാം, ചിലര് പോവാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടാവും. ആക്ടിവിറ്റി നമ്മൾ വിത്ത് ക്ലോസ്ഡ് ഐസ് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ഒരു 5 minutes വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിയുമ്പോൾ ഒന്ന് തംസപ്പോ ഹാൻഡ് റൈസോ ചെയ്താൽ മതി കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു വെയർ എ ഫെസിലിറ്റേറ്റർ ഇൻ എ പ്രൈമറി സ്കൂൾ. പ്രൈമറി സ്കൂളിലെ ഫെസിലിറ്റേറ്റർ ആണെന്ന് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് അവിടെ ചെയ്യുന്നതായിട്ട്, നമ്മുടെ മുന്നിൽ കുട്ടികളുണ്ട്, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, കണ്ണുകൾ അടച്ചിട്ട്. കുറെ നേരം കണ്ണടച്ചിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ ഓപ്പൺ യുവർ ഐസ്, നോ പ്രോബ്ലം. പക്ഷെ ഇമാജിൻ ചെയ്യണം, ഞാനൊരു ഫെസിലിറ്റേറ്റർ ആണ്, ഒരു പ്രൈമറി സ്കൂളിലെ കുട്ടികൾ നിറയുണ്ട്,
നമ്മുടെ 5 സെൻസസും യൂസ് ചെയ്തിട്ട് ആ ഒരു ടീച്ചിങ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുവാണ് ഫോർ 5 മിനിറ്റ്സ്. ഓക്കെ, യു പീപ്പിൾ ക്യാൻ സ്റ്റാർട്ട് നൗ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ മുന്നിൽ കുട്ടികളുണ്ട്. അപ്പം 5 സെൻസസും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പല ആക്ടിവിറ്റീസും നമ്മൾ കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുവാണ്. വി വേർ ടുഗദർ കമ്പൈൻ. ടീച്ചർ കുട്ടി എന്നുള്ളതല്ല, ഫെസിലിറ്റേറ്ററും കുട്ടികളും കൂടെ ഒരുമിച്ചാണ്. എല്ലാവരും കൂടെ കമ്പൈൻ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നു. പല രീതിയിലുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്യുവാണ്. അപ്പൊ മാത്തമാറ്റിക്കൽ ഏരിയയിൽ ചെയ്യുന്നു, ലാംഗ്വേജ് ഏരിയയിൽ കുട്ടിയെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കാനായിട്ട് എന്ത് ആക്ടിവിറ്റി ചെയ്യണം അതൊക്കെ ആലോചിക്കുക. പിന്നെ മാത്സിലെ കൗണ്ടിങ് നമ്പേഴ്സ്, നമ്പർ ഫെമിനറൈസേഷൻ, പിന്നെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാവുന്ന റഫ്നെസ്, സ്മൂത്ത്നെസ്, പിന്നെ വെയിറ്റ്, സാധനം എടുക്കുമ്പോൾ അതിന്റെ വെയിറ്റ് ഫീൽ ചെയ്യുന്നത്, പിന്നെ ചൂട്, തണുപ്പ്, ടെമ്പറേച്ചർ കുറവുള്ളത്, ടെമ്പറേച്ചർ ഇത്തിരി നമ്മൾ കൈക്ക് അങ്ങനത്തേത്, പിന്നെ കോൾഡ് ആയിട്ടുള്ളത്, അങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ തെർമിക് സെൻസ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്, വെയിറ്റ് എടുക്കുന്നത്, ബാരിക് സെൻസ്. അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഇരിക്കാലോ, എല്ലാവർക്കും ചെയ്യാലോ. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇമാജിൻ ചെയ്യും. ഫൈവ് മിനിറ്റ്സ് കേട്ടോ. ഇപ്പൊ എന്റെ ഇതിനകത്ത് 2:08 ആയി. നമുക്ക് ഒരു 2:13 ആകുമ്പോ തിരിച്ചു വരാം. സ്റ്റാർട്ട് ചെയ്തു.
ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, പ്ലീസ്. ഇമാജിനറി ആയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു? ഓരോരുത്തരായിട്ട് പറഞ്ഞു. വളരെ ഹാപ്പിയാണ് മിസ്. ഭയങ്കര സന്തോഷം തോന്നി. എന്തൊക്കെ ചെയ്യിച്ചു ആക്ടിവിറ്റീസ്? ആക്ടിവിറ്റീസ് ഒന്നിച്ച് ആക്ഷൻ സോങ് പോലെ എല്ലാവരും നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് റൂം. ഒരുപാട് നമ്മളെ വാൾസിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് തന്നെ ഇരുന്ന് ചെയ്യിപ്പിച്ചിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുള്ളായിട്ട് നമ്മളൊരു ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നതൊക്കെ കളിയിലൂടെ പഠിപ്പിക്കാം. പിന്നെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ചാർട്ടിലൊക്കെ എഴുതിയിട്ടും പിക്ചറൈസ് ചെയ്തിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ പഠിപ്പിക്കാറുണ്ട്. എന്തായാലും വളരെ ഹാപ്പി. ഇമാജിനേഷൻ ആണെങ്കിൽ പോലും നമ്മളൊരു സ്വപ്നം കൂടിയാണത്. ഓക്കെ, നെക്സ്റ്റ് ആരാ ഷെയർ ചെയ്യാം? നെക്സ്റ്റ് ആരാ? സാബിറ. ഞാനും ഇമാജിൻ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് തന്നെ കുട്ടികളോട് വിഷ് ചെയ്തു, ഗുഡ് മോർണിംഗ് ചെയ്തു. പിന്നെ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. പിന്നെ ആദ്യം തന്നെ എക്സസൈസ് ആണ് ചെയ്യിപ്പിച്ചത്. പിന്നീട് ഒരു സോങ് പാടിക്കൊണ്ട് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ടും ഒരു എനർജറ്റിക് ആയിട്ട് നമ്മളോട് കൂടി ചേരാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. നല്ല ആക്ഷനൊക്കെ കാട്ടി ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ പാട്ട് പാടിക്കൊടുത്തു. പിന്നീട് അവർ തന്ന പോർഷൻസ് ഏതാണോ ആ ഭാഗം നമ്മ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അതും നല്ല കളിയിലൂടെ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഹാപ്പിനെസ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ഷെയർ ചെയ്യുന്നത്? ഇമാജിനറി ആയിട്ട് ഞാനൊരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രീ സ്കൂളിൽ ചേർന്നു. സോ യുവർ എക്സ്പീരിയൻസ്. പേരിവിടെ കാണും. 2 പേരല്ലേ പറഞ്ഞത്? 17 മാം ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ക്ലാസ് റൂം നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം. സൈഡിലൊക്കെ കബോർഡുകളും അതില് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് അവരുടേതായിട്ടുള്ള ബുക്സും പിന്നെ ടോയ്സ്, കളിക്കാനുള്ള ടോയ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത ഒരു റൂം. ഫസ്റ്റ് തന്നെ ഒരു കുട്ടികൾക്ക് ഒരു ഹലോ സോങ് ആണ് ചെയ്യിപ്പിച്ചത്. പിന്നെ ദെൻ നെക്സ്റ്റ് മാത്സില് കുറച്ച് നമ്പേഴ്സ്, അതായത് ഇപ്പോൾ ഒരു പേപ്പറിൽ ഒരു ബോള് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ അവർക്ക് 1 എന്ന് എഴുതാനായിട്ട്, പിന്നെ വേറൊരു പേപ്പറിൽ 2 ബോള്, അപ്പൊ അതിന്റെ താഴെ 2 എന്ന് എഴുതാനായിട്ടുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ നെക്സ്റ്റ് പിന്നെ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺ എന്താന്ന് പഠിപ്പിക്കണ ഒരു സോങ്. പിന്നെ എന്താ ഷോർട്ട് ആൻഡ് ടോള്, അത് ഫെസിലിറ്റേറ്റർ ടോളായിട്ടും കുട്ടികൾ ഷോർട്ടായിട്ടും കാണിച്ചിട്ട് അത് പഠിപ്പിക്കണത്. പിന്നെ സൗണ്ട്സ് കേൾപ്പിച്ചിട്ട് ഡിഫറെന്റ് സൗണ്ട്സ്, ബേർഡ്സിന്റെ ആനിമൽസിന്റെ ഒക്കെ സൗണ്ട്സ് ഓരോന്നിന്റെ. അങ്ങനെ പിന്നെ അത്ര മിസ്. സോ ഹാപ്പി. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട്, നമ്മൾ അങ്ങനെ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ആ ഒരു അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ തോന്നാറുണ്ട് എനിക്ക് ചില ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കും. താങ്ക് യു മിസ്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഓരോ ഏരിയ, അതായത് ഇപ്പൊ മാത്തമാറ്റിക്കൽ ഏരിയ, EVS, ഇതൊക്കെയാണല്ലോ ചെറിയ ക്ലാസ്സിലെ സബ്ജക്ട്സ്. പിന്നെ ലാംഗ്വേജ് ഉണ്ടാകും അവർക്ക്, അതായത് ഇംഗ്ലീഷ് ഉണ്ടാവും, ചിലപ്പോൾ മലയാളം കാണുമായിരിക്കും, ഹിന്ദി ഉണ്ടാവുമായിരിക്കും, അല്ലെ? അറിയില്ല, പിന്നെ അറബി ഉണ്ടാകുമായിരിക്കും. ഏതാണോ അങ്ങനെ ഓരോ ഏരിയ എന്തൊക്കെയാണോ കുട്ടികൾക്ക് വരുന്ന സബ്ജക്ട്, അവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റും, ഏത് രീതിയിൽ കൊടുക്കണം എന്നൊന്ന് റഫായിട്ട് എഴുതിയിട്ട് അതിന് പറ്റുന്ന ആക്ടിവിറ്റീസ് നമുക്ക്, മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ഇനി ആരാ ഷെയർ ചെയ്യാനുള്ളത്? ഇത് നമ്മൾ ഇമാജിനറി ആയിട്ട് ചെയ്തു, പക്ഷെ നമ്മളിത് ശരിക്കും നമുക്കൊരു ജോലി ഇട്ട് ചെല്ലുമ്പോൾ നമ്മൾക്ക് പല സബ്ജക്ട്സ് എടുക്കേണ്ടത് വരും, പല ഏരിയയിൽ, അല്ലെ?
ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടാകാം, കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ, ചെറിയ ഫിംഗർ പെയിന്റിങ്, വെജിറ്റബിൾ പ്രിന്റിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ എന്തൊക്കെ ഏരിയ നമുക്ക് വരും അത് നമുക്കൊന്ന് ആദ്യം എടുത്തിട്ട്, ഇപ്പോ മാത്തമാറ്റിക്കൽ ഏരിയ ഒരെണ്ണം, ലാംഗ്വേജ് ഏരിയ, അതിൽ തന്നെ സബ് ഡിവിഷൻസ് വരും കേട്ടോ. ഇംഗ്ലീഷ് ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, മലയാളം ഉണ്ടാവും, അറബി ഉണ്ടെങ്കിൽ അറബി ഉണ്ടാകും. ഓക്കെ. പിന്നെ വന്നിട്ട് EVS നമുക്ക് ഒരുമിച്ച് കൊടുക്കാം അല്ലെ, സയൻസ് ഇതെല്ലാം EVS എന്നുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ ഏതാ വരുന്നത്? മാത്സ് കഴിഞ്ഞു, ലാംഗ്വേജ് കഴിഞ്ഞു, EVS, പിന്നെ ഇംഗ്ലീഷ്. ലാംഗ്വേജിലാണല്ലോ ഇംഗ്ലീഷും വരുന്നത് അല്ലെ. സോ മാത്സ്, ലാംഗ്വേജ്, സയൻസ്, ഇനി ഏതാ ഏരിയ? ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലെ, ആക്ടിവിറ്റീസ് വരുന്ന ഒരു ഏരിയ. 4 ഏരിയ കിട്ടിയുള്ളൂ. 4 മതിയാവും അല്ലെ? വെറുതെ ഇങ്ങനെ നമ്മൾ ചെല്ലുന്ന സ്കൂളിൽ ഈ 4 ഏരിയ, അറ്റ്ലീസ്റ്റ് ഈ 4 ഏരിയ ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കുക. നമുക്കറിയില്ല ഏത് ടൈപ്പ് സ്കൂളിലാണ് നമ്മളിപ്പോ ജോബ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. എന്നാലും ജനറലി നമ്മൾ ഈ 4 ഏരിയാസ് നമ്മൾ കടന്നു പോകണം. 4 ഏരിയാസിലും നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യിക്കണം. കമ്പ്യൂട്ടർ ഉണ്ടെന്ന് തോന്നുന്നു കുട്ടികൾക്ക് അല്ലെ. ഇപ്പൊ 4 അല്ലെങ്കിൽ കമ്പ്യൂട്ടറും കൂടെ ചേർത്ത് 5 ഏരിയയിലൂടെ കടന്നു പോകണം. അപ്പൊ ഈ എല്ലാ ഏരിയയിലും ചെയ്യിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസും അറിയണം, അതിന് പറ്റുന്ന ടീച്ചിങ് എയ്ഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ് ടൂൾസും നമ്മൾ ഉണ്ടാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വാ. അങ്ങനെ എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് കുറെ ഡിസൈൻ ചെയ്യും. നിങ്ങളുടെ ഒരു ബാച്ചിന് നിങ്ങൾ എല്ലാവരും ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സിബിഷനോ ആ രീതിയിൽ വെക്കാം. ഓരോ ടൂളിന്റെയും പ്രത്യേകത, മീൻസ് എന്തിന് യൂസ് ചെയ്യുന്നു, ഏത് ആ ടീച്ചിങ് എയ്ഡ് എന്തിനുള്ളതാണ്, ഏത് ആക്ടിവിറ്റി, അതുകൊണ്ട് എങ്ങനെ ആക്ടിവിറ്റി ചെയ്യാം, ആ ആക്ടിവിറ്റിയിലൂടെ കുട്ടി എന്തെല്ലാം പഠിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ മറിയം മോണ്ടിസോറി ചെയ്ത അതേ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മറിയം മോണ്ടിസോറി തന്നെ ഡിസൈൻ ചെയ്ത കുറെ മെറ്റീരിയൽസ്, അവർക്ക് ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഓരോ മെറ്റീരിയൽസും കുട്ടി ഉപയോഗിക്കുമ്പോൾ അവന് ഏതെല്ലാം ഏരിയയിലുള്ള നോളജാണ് അവനിലേക്ക് വരുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കി ഓരോ ആക്ടിവിറ്റിയോട്. അതുപോലെ നമ്മളും ഡിസൈൻ ചെയ്യാൻ പോവാണ്. നമ്മൾ പോകാൻ പോകുന്ന സ്കൂളിൽ ഞാൻ ഏതെല്ലാം ഏരിയയിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യും, എന്തെങ്കിലും ടൂൾസ്. ഇതൊരു ടഫായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ. നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡന്റ് ആവുമല്ലോ. വേറൊരാള് ചെയ്തത് എടുത്തോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവോ എന്ന് ടെൻഷനാണ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ചെയ്ത് നോക്കി അതിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ, അതൊക്കെ നികത്തി നമ്മൾ അതിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ അതിനെ കൂടുതൽ നന്നാക്കി കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി എവിടെയും പോയി പ്രസന്റ് ചെയ്യാലോ. ഒരു ഇന്റർവ്യൂവിന് ടൂൾസ് എന്ന് പറയണത് ഇപ്പൊ മിസ് സാൻഡ് പേപ്പർ വെച്ച് ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ മാത്സിനായ നമ്പേഴ്സ് ഉപയോഗിക്കാം, ഇംഗ്ലീഷിനാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്ററും അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാം. പിന്നെ ചാർട്ട് വർക്ക് ഒക്കെയാണോ മിസ് ഉദ്ദേശിക്കണേ? ഇപ്പൊ എന്തെങ്കിലും വർക്ക്, പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്സ് ഒക്കെ ഇല്ലേ, കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള വേർഡ്സ് വലിയതായിട്ട് എഴുതിയിട്ട് നമ്മള് വേർഡ് റീഡിംഗ് ഏത് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് അതിനിടയിലെ ആപ്പിൾ, അപ്പൊ A4 ആപ്പിൾ എന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാം. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുപോലെ കുറെ നല്ല അധികം കോസ്റ്റ് ഒന്നുമില്ല, 100 റുപ്പീസിനോ 200നോ കുറെ ഒരു വലിയ ബോക്സ് കിട്ടി എന്ന് പറയണ്ടായിരുന്നു. അതിൽ ഫുൾ ലെറ്റേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ പിക്ചേഴ്സ് ഉണ്ട്. അങ്ങനെ കണ്ടു, അങ്ങനെ കാണിച്ചു തന്നു അത് ക്ലാസ്സിൽ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ അങ്ങനത്തെയൊക്കെ നമ്മളിപ്പോ വാങ്ങിച്ചു ഒരു 100 രൂപയൊക്കെ സ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ അത് നമുക്ക് നഷ്ടമില്ലല്ലോ. നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള നല്ല തിളക്കം അങ്ങനത്തെ കിറ്റ് ഇപ്പൊ കിട്ടുന്നുണ്ട്, ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. തന്നെ അത് നല്ല ഓഫർ പ്രൈസിൽ കിട്ടുന്ന ടൈം ആണെങ്കിൽ അത് വാങ്ങിച്ചു വെച്ചോളൂ. നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിക്കോളൂ. ബട്ട് നമുക്കിത് കിട്ടുവാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു ജോബിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പൊ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതൊക്കെ വാങ്ങിക്കാം. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ചാർട്ട് പേപ്പർ വാങ്ങി കളർ വാങ്ങി ചെയ്യുന്ന ഒരു കോസ്റ്റേ അതിന് വരുന്നുള്ളെങ്കിൽ അത് വാങ്ങിക്കാലോ. 200 റുപ്പീസിന് വലിയൊരു ബോക്സ് കിട്ടിയെന്ന് പറയണ്ടായിരുന്നു. അതിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതുമല്ല അതിലെ ലെറ്റേഴ്സിന് ഒരു പ്രൊജക്ഷൻ ഉണ്ടെന്ന്, അപ്പൊ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നു അതിന്റെ ആ ഒരു കേർവ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾ അങ്ങനെ അതിന്റെ മുകളിൽ കൂടെ വരച്ച് എഴുതി അവര് ഫിംഗേഴ്സ് കൊണ്ട് അവർ തന്നെ വരയ്ക്കട്ടെ, അതൊക്കെ ചെയ്യിക്കാലോ. എല്ലാം നോക്കി നല്ലപോലെ നോക്കിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ആ ലിങ്ക് ഷെയർ ചെയ്യും പ്രോഡക്റ്റിന്റെ. അപ്പൊ എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ ഇമാജിനറി പ്രാക്ടീസാ ചെയ്തത്. നമ്മൾ ഇനി റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളൊരു മെഡിറ്റേഷൻ പോലെയാണ് നമ്മൾ ഈ ഇമാജിനറി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. സോ അപ്പൊ തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയി. നമ്മൾ മാക്സിമം നമ്മളുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തു.
അപ്പൊ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെ ഡിസ്കഷൻ. നമ്മൾക്ക് ഒരു KG സെഷനിൽ, ഒരു പ്രീ സ്കൂളിൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ 4ാം ക്ലാസ് വരെ എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല, ഏതെല്ലാം ഏരിയയിൽ ഞാൻ പഠിപ്പിക്കാൻ പോകണം, ഏത് ഏരിയ എന്നോട് പറഞ്ഞാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. സോ അങ്ങനെയാണെങ്കിൽ ഓരോ ഏരിയയിലും എന്തെല്ലാം ആക്ടിവിറ്റീസ് എനിക്ക് കൊടുക്കാം ഇത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയ പുതിയ മെത്തേഡ്സ് അതിലൂടെ വരും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അത് വൈഡാക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഞാൻ കൊടുക്കണം, ആ ആക്ടിവിറ്റി കൊടുക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടീച്ചിങ് എയ്ഡ്സ് എന്താണ്, ഏത് സെൻസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. സോ അതിൽ കുട്ടികൾ അപ്പൊ നമ്മൾ ലേണിംഗ് ആക്ടിവിറ്റീസ് കൊടുത്തു, കുട്ടിക്ക് കിട്ടിയ റിസൾട്ട്, കുട്ടി ആ ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെ എന്ത് ലേൺ ചെയ്തു അതും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിവൺ പ്ലീസ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് തോന്നിയ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. 3-4 പേർക്കും കൂടെ ഷെയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഇല്ലേ? ആരും ഇല്ലേ? ക്ലാസ്സിൽ വരാൻ പറ്റാത്തവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഇമാജിനറി ആക്ടിവിറ്റി. ഫാത്തിമയും ശ്രീലക്ഷ്മിയും ഒക്കെ പോയപ്പോ ഇന്റേൺഷിപ്പിന് പോയി എന്ന് പറഞ്ഞപ്പോ തന്നെ ഇമേജ് ചെയ്ത് കഴിഞ്ഞു മിസ്സേ. ശരി ശരി. ഞാൻ എന്തായാലും ജൂണില് പോവാന്നാ വിചാരിച്ചിരിക്കണേ. അപ്പൊ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാലോ വിചാരിച്ചു. ഇപ്പോ എൻഡിങ് അല്ലേ. ഈ പ്രാക്ടീസ് ഒക്കെ സദരെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഇമാജിനറി പ്രാക്ടീസ് നിങ്ങൾക്ക് അശ്വതി മിസ് ക്ലാസ് പോവാൻ തുടങ്ങിയോ എല്ലാവരും? അശ്വതി മിസ് ക്ലാസ് മിസ്സിന്റെ കയ്യിലേ മിസ്സിനോട് പറഞ്ഞേക്കാം. ഇനി അടുത്ത ക്ലാസ് എന്നാ മിസ്സിന്റെ? വെനസ്ഡേ. അപ്പൊ വെനസ്ഡേ ഞാൻ പറയാം, നിങ്ങളൊരു പിക്ചർ വീൽ നമ്പർ വീൽ ഒന്ന് കാണിച്ചു തരാനായിട്ട് പറയാം കേട്ടോ. അപ്പൊ അത് ഞാൻ ചെയ്തതായിരുന്നു. ഇത് കണ്ടോ, നമ്പർ വീൽ, പിക്ചർ വീൽ. ഈ പിക്ചർ വീലില് നമുക്ക് ഇത് 2 സർക്കിൾസ് വരുന്നുണ്ട്, പുറത്തൊരെണ്ണം അകത്തൊരെണ്ണം. ഇത് നമുക്ക് നടുക്ക് നമ്മൾ ഒരു രീതിയിൽ സെക്യൂർ ചെയ്യണം നമുക്ക്. പക്ഷെ ഇതിനെ വീല് പോലെ കറക്കാൻ പറ്റണം. ആ രീതിയിൽ വേണം നടുക്ക് വല്ല പിന്നോ എന്തെങ്കിലും വെച്ച് സെക്യൂർ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ചെയ്തത് വലിയൊരു നെയിൽസ് എടുത്തിട്ട് അതിന്റെ 2 എൻഡും സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് മോൾഡ് വെച്ചിട്ട് അത് ചെയ്തു. കാരണം തൊടുമ്പോ ഷാർപ്പൻ ഭാഗം നമ്മള് ഒരു അപകടം ഉണ്ടാവരുതല്ലോ. ഉള്ളില് വേർഡ്സിൽ എഴുതി, ഈ പിക്ചറിന്റെ എല്ലാം പേര് എഴുതി, പുറത്ത് പിക്ചർ ഒട്ടിച്ചു. എന്നിട്ട് ഈ ഉള്ളിലത്തെ വീൽ ഇങ്ങനെ കറക്കിയിട്ട് ഓരോ പിക്ചറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ ഓർഡറിൽ തന്നെയാട്ടോ പേരും എഴുതിയേക്കുന്നത്. ഓരോ പിക്ചറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. അവര് കറക്റ്റ് ഓരോ പൊസിഷനിലാക്കി വെക്കാനായിട്ട് പറയാം. പിന്നെ നമ്പർ നമ്മൾ അകത്ത് 1 2 3 4 എഴുതി, പുറത്ത് നമുക്ക് എന്തെങ്കിലും ഷേപ്സ് കളർ ചെയ്യാം. ഞാൻ ചെയ്തത് ട്രയാങ്കിൾ ഷേപ്പ് ആയിരുന്നു. എന്നിട്ട് അത് റെഡ് കളറിൽ ഫുൾ കളർ ചെയ്തു. അപ്പൊ അന്ന് തെർമോകോൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ 2 സൈഡും ചാർട്ട് പേപ്പർ ഒട്ടിച്ചു. പിങ്ക് കളറും ബ്ലൂ കളർ ചാർട്ട് പേപ്പറുമാണ് യൂസ് ചെയ്തത്, കുട്ടികൾക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ എന്നുള്ള രീതിയിൽ. അപ്പം 2 സൈഡിലും ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് ഈ തെർമോകോളിന്റെ തിക്നെസ് പോർഷൻ ഇല്ലേ അവിടെ മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്തു. കാരണം ഞങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് തെർമോകോൾ അലർജി ഉണ്ടാക്കുന്ന ഒരു ഇത് കേട്ടിരുന്നു. അതാണ് കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അലർജിക് ആയിട്ടുള്ളത് ഒഴിവാക്കണമല്ലോ. അങ്ങനെ സെയിം തന്നെ ഇതിലും ചെയ്തു, ബ്ലൂവിൽ വെച്ചിട്ട് ചെയ്തു. പക്ഷെ കേക്ക് ബേസ് കിട്ടുവാണെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. കേക്ക് ബേസ് ഇല്ലേ, റൗണ്ടിലുള്ള കേക്ക് ബേസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്പർ വീലും പിക്ചർ വീലും ചെയ്യാം. ഞാൻ മാമിനോട് പറയാം അതൊന്ന് ക്ലാസ്സിൽ ഒന്ന് ലൈവായിട്ട് ആ വീൽസ് ഒന്ന് കാണിക്കാൻ. അപ്പൊ എന്റെ നടുക്ക് സെക്യൂർ ചെയ്ത ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പിന്നൊക്കെ വെച്ചിരുന്നേ വിട്ടുപോയില്ല. അപ്പം കറങ്ങുന്നതൊന്നും ഇപ്പൊ ശരിയല്ല, ഇത്രയും വർഷമായില്ലേ. ഇത് മനസ്സിലായോ? ഈ പിക്ചർ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനിമൽസ് മാത്രം എടുക്കാം, ബേർഡ്സ് മാത്രം വെച്ചിട്ട് വീൽസ് ഉണ്ടാക്കാം, ഫ്ലവേഴ്സ് വെച്ച് ചെയ്യാം, ഫ്രൂട്ട്സ് വെച്ച് ചെയ്യാം. പൊട്ട് വെച്ചിട്ടാണോ ആക്കിയത്? ഏതാ? പൊട്ട് വെച്ചിട്ടാണോ ആക്കിയത്? ഇത് ഈ സാധനമാണോ? നമ്പർ വീലാണോ?
ഇത് ഈ വലിപ്പമല്ല കേട്ടോ. നമ്മൾ വലിയ ഇപ്പം എന്താ പറയാ, ഞാൻ എന്നെ കാണുന്ന ആ സ്ക്രീനിന്റെ ഒരു വലിപ്പമില്ലേ, ഒരു ലാപ്ടോപ്പിന്റെ ഒക്കെ ഒരു റൗണ്ട് ഇല്ലേ, അതിനേക്കാളും വലിയ വലിപ്പം വേണം. ഇത് ചെറുതല്ലേ, ഇതിപ്പോ ഇത് ബുക്കിലെ പിക്ചർ അല്ലേ. അപ്പൊ കാർഡ്ബോർഡ് ചട്ടയിൽ പറ്റില്ലേ? കാർഡ്ബോർഡ് ചട്ടല്ലേ? എന്നാലും മതി. ഇത് എന്താ പറയാ, നമ്മൾ ചില മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വർക്കൊക്കെ നടക്കുന്ന ഷോപ്പിലൊക്കെ ചിലപ്പോ ഇങ്ങനത്തെ ബോർഡൊക്കെ വെറുതെ അവർ വേസ്റ്റ് ആയിട്ട് കളഞ്ഞിട്ടുണ്ടാവും. കേക്കിന്റെ ബേസ് പോലെ തന്നെ അങ്ങനത്തെ ബോർഡുകളൊക്കെ അവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കണ്ടാവും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. വലിയ സൈസിലുള്ളതേ, വലിയ ഡ്രമ്മിന്റെ ഒക്കെ അടപ്പ് സൈസ്. ഞാൻ പറഞ്ഞ മോൻക്ക് വേണ്ടിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വീൽ ഉണ്ടാക്കിയിരുന്നു ഇതുപോലെ. ആണോ? ഉണ്ടോ കയ്യില്? ഉണ്ട്. പോവാൻ ഇപ്പൊ തന്നെ പോവാൻ പറ്റുമോ അങ്ങനെ? ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. യെസ്, ഇതുപോലെ തന്നെ. ഇത് കണ്ടപ്പോഴേ എനിക്ക് വേറൊരു ഓർമ്മ വന്നേ. ക്ലോക്കും വേണമെങ്കിൽ ഉണ്ടാക്കാല്ലേ? അതെ, ഇതെനിക്ക് കളർ പേപ്പർ ഒന്നും ഉണ്ടായില്ല, പെട്ടെന്ന് കുട്ടി പറഞ്ഞപ്പോ ഉണ്ടാക്കിയത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നടുക്ക് എന്താ ചെയ്തേ? സെക്യൂർ ചെയ്തേക്കണ എന്ത് വെച്ചിട്ടാ? നടുക്ക് നമ്മുടെ സ്ലൈഡ് വെച്ചിട്ടാണ്, ഹെയർ പിൻ ബാക്കില് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളില് സ്ലൈഡ് വെച്ചിട്ടുണ്ട്. ബേസ് എന്താ? ബേസ് ഒരു കാർഡ്ബോർഡ് ആയിരുന്നു, റൗണ്ടിൽ കട്ട് ചെയ്ത. ഇപ്പൊ വലിപ്പം ഏകദേശം മനസ്സിലായല്ലോ. ഇതിനേക്കാൾ ഇവിടെ വലുതായാലും കുഴപ്പമില്ല, നമുക്ക് പിക്ചറൊക്കെ ഒട്ടിക്കാൻ സ്പേസ് വേണമല്ലോ. നമ്പേഴ്സ് ഇതിപ്പം ടേബിള് ഇങ്ങനെ ചെയ്തിരിക്കും. കൊള്ളാം. ഇതാണ് നമ്മളുടെ ഓരോ ക്രിയേറ്റിവിറ്റി വരും. നമുക്ക് ഓരോ ടീച്ചിങ് എയ്ഡ്സ് നമുക്ക് ഇതിനനുസരിച്ച് ഉണ്ടാക്കാം. ആദ്യം നിങ്ങൾ ഓരോ ഏരിയയില് എന്ത് കൊടുക്കണം എന്ന് ആലോചിക്കുക. ഇനി അങ്ങനെ കൊടുക്കുമ്പോൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് അതുമായിട്ട് കണക്ട് ചെയ്യണം, എന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ കാർപ്പൻട്രി ഒക്കെ ചെയ്യുന്നവരുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറെ വുഡൻ പീസസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചില മോണ്ടിസോറി മെറ്റീരിയൽ ഒക്കെ വുഡൻ പീസസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടുവെച്ചോളൂ. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കുറെ മെറ്റീരിയൽസ് കോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പിങ്ക് ടവർ എന്നും പറഞ്ഞിട്ടൊരു മോണ്ടിസോറി മെറ്റീരിയൽ ഉണ്ട്. ഈ പിങ്ക് ടവർ 10 ക്യൂബ്സ് ആണ്. ഈ 10 ക്യൂബ്സ് 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയുള്ള ക്യൂബ്സ്. അതിന് ആ മെറ്റീരിയലിന് തന്നെ 7,000 8,000 എങ്ങാണ്ട കോസ്റ്റ്. നമ്മളൊരു കാർപ്പൻറ്ററുടെ അടുത്ത് ഇതുപോലെ അവർ വേസ്റ്റ് ആയിട്ട് കളയണത് വല്ലവരുടെ കടുപ്പിലേക്ക് പോകുന്ന കഷ്ണങ്ങളൊക്കെ ആയിരിക്കും. ഇങ്ങനെ മുറിച്ച് പോകുന്ന ക്യൂബ് പീസസ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്ന് ഇതായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് അവരോടൊന്ന് അതൊന്ന് ഒന്ന് ഫിനിഷ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 10 ക്യൂബ്സ് അവിടുന്ന് കിട്ടും. പിന്നെ നമ്മൾ പിങ്ക് കളർ പെയിന്റ് അടിച്ചാൽ മതിയല്ലോ. നല്ല പെയിന്റ് അടിച്ച് വാർണിഷും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു കോസ്റ്റില് ഈ പിങ്ക് ടവർ കിട്ടും. 8,000 അപ്പൊ പിങ്ക് ടവറിന്റെ ഒക്കെ കാര്യം ഇനി വരാം. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ഉണ്ടോ? എനിവൺ? കുറെ പേരൊക്കെ പോയല്ലേ ടീച്ചിങ് പ്രാക്ടീസിന്? മിസ്, ഈ ഇന്റർഷിപ്പിന്റെ കാര്യം ഒരു ഡൗട്ട്. ഇന്റർഷിപ്പ് ഞാൻ ഇപ്പൊ ക്ലാസ് കുറച്ചുകൂടി കേൾക്കാണ്ട് മിസ്സായിരുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് കയറാൻ പറ്റാതെ. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ശ്രീലക്ഷ്മി ഒക്കെ പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് ഇന്റർഷിപ്പിന്റെ അത് നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം. അതെങ്ങനെയാ അതിന്റെ? ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചിലരിങ്ങനെ പ്രഗ്നന്റ് ഡെലിവറി കഴിഞ്ഞ് അവരൊക്കെ അതിന്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് കമ്പൽസറി ആയിട്ട് ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് എന്ന് പറയുന്നില്ല. ശരിക്കും മോഡ്യൂൾ 1 തീരുമ്പോഴേക്കും നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ, ഇപ്പൊ ഇമാജിനറി ചെയ്തില്ലേ, ഇത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഞാൻ എന്ത് കൊടുക്കും എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കുക. സോ ഇതൊക്കെ കഴിഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അത് മോണ്ടിസോറി സ്കൂളുകളിൽ നമ്മൾ ചോദിക്കുക ചെയ്യുക അങ്ങനെ? സാധാരണ CBSE സ്കൂൾ ആയാലും മതി, ഈവൻ ഗവൺമെന്റ് സ്കൂളിൽ വരെയും ചെയ്തവരുണ്ട്, ബട്ട് സ്കൂളിൽ ചെയ്തവരുണ്ട്. അംഗനവാടികൾ പറ്റില്ലല്ലോ? എവിടെയും കിട്ടാതിരുന്നൊരു കുട്ടി ചോദിച്ചു ഞാൻ ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോ നോ പ്രോബ്ലം, ചെയ്യാം. കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമല്ലോ അംഗൻവാടിയിലൊക്കെ. എത്ര ദിവസം എങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ ഓറിയന്റേഷൻ സമയത്ത് സാർ പറഞ്ഞിട്ടുണ്ടോ ടൈം പീരീഡ്? 1 മന്ത് പറഞ്ഞു. ഞങ്ങൾക്ക് ശരിക്കും 10 to 15 days അത്രയും
ഉണ്ടായിരുന്നുള്ളൂ. 22 days. ഓക്കെ. ഓക്കെ then wind up ചെയ്യാം. Okay, thank you, Miss. Okay, bye. Thank you, Miss. Thank you.